എയർ ഫ്രയറിൽ എങ്ങനെയാണ് മീൻ വറക്കുന്നത്, എങ്ങനെയാണ് ചിക്കൻ റോസ്റ്റ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ. മീൻ ചെറിയ മീനുണ്ടല്ലോ, ചൂടമീനെന്ന് പറയും, പൊടിമീനെന്ന് പറയും, കൊഴുവ എന്ന് പറയും. ഇത് ഉപ്പും ഗോതമ്പ് പൊടിയും ഉപയോഗിച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിനുശേഷം അത് മാരിനേറ്റ് ചെയ്ത് ഞാനിപ്പോൾ 2 മണിക്കൂറായി വെക്കുന്നു. അത് എൻ്റെ ഒരു ശീലമാണ്. മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ അതിന് ഒത്തിരി ടേസ്റ്റി ആയിട്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാം. ഇന്നലത്തെ വീഡിയോ തന്നെ അതായിരുന്നല്ലോ. അപ്പോൾ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഇതിനകത്തേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, സ്വല്പം കുരുമുളക് പൊടി, പിന്നീട് ഒരു സീക്രട്ട് സ്വല്പം മല്ലിപ്പൊടി, പിന്നെ കൂടുതലായിട്ട് ചേർക്കേണ്ടത് സ്വല്പം അരിപ്പൊടി, 1 സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് തിരുമ്മി വെച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ വഴറ്റിയ സവാള കുറച്ചുണ്ടായിരുന്നു, കറിവേപ്പില, പിന്നെ രമ്പ ലീഫ്. ഇത് ഇനി ഈ എയർ ഫ്രയറിലോട്ട് വെച്ച് വറുത്തെടുക്കാം. ഇത് 180 ഡിഗ്രിയിൽ ഒരു 12 മിനിറ്റ് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. 180 ഡിഗ്രിയിൽ ഒരു 12 മിനിറ്റ് നേരത്തേക്ക് എയർ ഫ്രൈ ചെയ്യാനായിട്ട് കൊഴുവ മീൻ വെച്ച് കഴിഞ്ഞു. ഇതുണ്ടോ, നല്ല സൂപ്പർ ആയിട്ടുള്ള പൊടിമീൻ ഫ്രൈ റെഡി. ചിക്കൻ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അത് എന്നിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. മാരിനേറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, കുരുമുളക് പൊടി, മീറ്റ് മസാല, ഗരം മസാല, മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് തിരുമ്മി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു 2 മണിക്കൂറായി. ഇനി നമ്മുടെ ഓപ്പൺ ചെയ്യാം. ഒരു ലെയർ ഇടുക നല്ലത്. ഒരുപാട് നിറച്ചിട്ടാൽ അത്രയും നന്നാകത്തില്ല. അപ്പോൾ ഒരു ലെയറായിട്ടിട്ട് ടൈം സെറ്റ് ചെയ്ത് വെച്ചാൽ കൃത്യസമയത്തിനത് ശരിയായി കിട്ടും. ് 185 ഡിഗ്രിയിൽ പതിനഞ്ച് മിനിറ്റ് വെച്ചിരിക്കുക. 185 ഡിഗ്രി 15 മിനിറ്റ്സ്. ഡ്യൂപ്പറായ ചിക്കൻ ഫ്രൈ റെഡി ആയി കഴിഞ്ഞു. വെറും 15 മിനിറ്റ് കൊണ്ട്. എണ്ണ വേണ്ട, അടുപ്പിൻ്റെ അടുത്ത് നിൽക്കേണ്ട, ചൂടടിക്കേണ്ട, വളരെ എളുപ്പമല്ലേ. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. സൂപ്പർ ഡ്യൂപ്പർ പൊടിമീൻ എയർ ഫ്രൈ ചെയ്തത് റെഡി ആയി കഴിഞ്ഞു. അതുപോലെ തന്നെ ചിക്കൻ റോസ്റ്റും റെഡി ആയി കഴിഞ്ഞു. ഊണിന് 2 കൂട്ടം കറികൾ വെറും അരമണിക്കൂർ കൊണ്ട് റെഡിയായി. 15 മിനിറ്റ് വീതം എയർ ഫ്രൈ ചെയ്താൽ മതിയല്ലോ.